അണയൂ പ്രിയജനമേ ബലിയേകാം, അകതാരിൽ തിന്മകളില്ലാതെ. അണയൂ പ്രിയജനമേ ബലിയേകാം, അകതാരിൽ തിന്മകളില്ലാതെ. ബലിയർപ്പകരാകും യേശുവിനോടൊപ്പം ബലിയായി തീരാൻ അൾത്താരയിതിൽ. ബലിയർപ്പകരാകും യേശുവിനോടൊപ്പം ബലിയായി തീരാൻ അൾത്താരയിതിൽ. അണയൂ പ്രിയജനമേ ബലിവേദിയേ, അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ. അണയൂ പ്രിയജനമേ ബലിവേദിയേ, അതിരില്ല സ്നേഹത്തിൻ അൾത്താരയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. പൗരസ് ദേശത്തു നിന്നും 3 ജ്ഞാനികൾ, 3 രാജാക്കന്മാർ കർത്താവിനെ കാണാൻ വരുന്നു. അവർ പൗരസ് ദേശം വരുമ്പോൾ അവർ അന്വേഷിക്കുകയാണ്, എവിടെയാണ് ഉണ്ണീശോ പിറന്നിരിക്കുന്നത്, ഉണ്ണീശോ പിറന്ന സ്ഥലം എവിടെയാണ്. ഹെരോദേസിൻ്റെ കൊട്ടാരത്തിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. അവിടെ വന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും തിരിച്ചറിയാൻ വേണ്ടി ഹെരോദേസ് പുരോഹിതന്മാരെയും ജനപ്രമാണികളെയും നിയമപണ്ഡിതരെയും എല്ലാം വിളിച്ചു വയ്ക്കുന്നു. അവരെല്ലാം ഒരുമിച്ച് പറയുന്നു, യൂദയായിലെ ബെത്ലഹേമിലെന്ന്. പ്രിയമുള്ളവരെ, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. ഞാൻ നിന്നെ ഉയർത്തും, രക്ഷകനായ ദൈവം നിന്നെ ഉയർത്തുമെന്ന് യേശയ്യാ പ്രവാചകൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഉണ്ണീശോയെ കാണുവാൻ, ഉണ്ണീശോയെ കണ്ട് സംതൃപ്തി അടയുവാൻ പൂജരാജാക്കന്മാർ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവർക്ക് വെളിച്ചമായി നക്ഷത്രമുണ്ടായിരുന്നു. നക്ഷത്രമാണ് അവർക്ക് വഴികാട്ടിയായിരുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ പരിശുദ്ധമായ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, അങ്ങിലേക്ക് വെളിച്ചമായി, അങ്ങിലേക്ക് പ്രകാശം പരത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഞങ്ങളുടെ വൈദികർ, സന്യാസിനികൾ, മെത്രാന്മാർ, കർദിനാൾമാർ, മാർപ്പാപ്പമാർ, ഇവരെല്ലാം ഈശോയെ അങ്ങിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പ്രകാശമാണ്, വെളിച്ചമാണ്. കർത്താവേ, അങ്ങയുടെ പ്രകാശം, അങ്ങയുടെ വെളിച്ചം അങ്ങിൽ എത്തിച്ചേരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങാകുന്ന നിത്യപ്രകാശം എത്തിച്ചേരുവാൻ, അങ്ങേ ആരാധിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ബലിക്കായി നമുക്കണയാം. ഈ ബലി നാം അർപ്പിക്കുമ്പോൾ നാം എവിടെയെല്ലാം, നമ്മുടെ ഭവനങ്ങളിലും നമ്മളെ ജോലി സ്ഥലത്തോ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം ഭക്തിപൂർവ്വം പരിശുദ്ധിയോടുകൂടെ ഈ ബലിക്കാണ് അണയാം. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തെറ്റുകൾ, ബലഹീനതകൾ കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷിക ദിനം ഓർമ്മിക്കുന്നവരെയും ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഈ ബലി സമർപ്പിച്ച് അപേക്ഷിക്കുന്ന എല്ലാ മക്കളെയും ഓർത്തുകൊണ്ട് നമുക്ക് പാപങ്ങൾ, തെറ്റുകൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്തെ നമ്മെ എന്നിട്ട് ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ
കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലും നിവത്താഴ്മയാ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ നാദനം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. പരിപാവനൻ അങ്ങു താനേകനമാദനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങ് ഏകജാതന നക്ഷത്രത്തിന്റെ മാർഗദർശനത്താൽ ഈ സുദിനത്തിൽ ജനപദങ്ങൾക്ക് വെളിപ്പെടുത്തിയ ദൈവമേ, വിശ്വാസം വഴി അങ്ങേ അറിഞ്ഞ ഞങ്ങൾ അങ്ങേ ഉദാത്തമായ മഹത്വത്തിന്റെ സൗന്ദര്യം ദർശിക്കാനന്ദിക്കുന്നവരെ നയിക്കപ്പെടുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രത്യക്ഷീകരണ തിരുനാൾ ഒന്നാം വായന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെറുസലേമേ, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു.
കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാക്കുകയും ചെയ്യും. ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. കണ്ണുയർത്തി ചുറ്റും നോക്കി കാണുക. അവർ ഒരുമിച്ചുകൂടി നിൻ്റെ അടുത്തേക്ക് വരുന്നു. നിൻ്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, പുത്രിമാർ കരങ്ങളിൽ സംഭവിക്കപ്പെടും. ഇതെല്ലാം ദർശിച്ചു നീ തേജസ്വിനിയാകും. സമുദ്രത്തിലെ സമ്പത്ത് നിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദപുളകിതമാകും. ഒട്ടകങ്ങളുടെ ഒരുപറ്റം മിദിയാനിലെയും എഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യവും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മിഷ്ഠതയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. താർഷീഷിലെയും ദ്വീപുകളിലേക്കും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രരെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കും. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. എല്ലാ രാജാക്കന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 2 മുതൽ 3 വരെയും 5 മുതൽ 6 വരെയുമുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് പോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്കറിവായത്. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗാഭാക്കുകളുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഹെരോദസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ ദേശത്തു നിന്നും ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാർ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു, അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമത്തിനെയും വിളിച്ചുകൂട്ടി. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങൾ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുന്നവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദസ് ജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെടുമ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ച് അറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അഴിച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കാം. രാജാവ് പറഞ്ഞു കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്നിരുന്നു. നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിശ്ചയപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറായി കാഴ്ചയർപ്പിച്ചു. ഹെരോദസിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും ആത്മാർത്ഥമായി നേരുകയാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ എന്നും പ്രകാശിതമാക്കി മാറ്റട്ടെ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വചനം പറയുന്നു, ജെറുസലേമേ ഉണർന്ന് പ്രകാശിക്കുക, നിന്റെ പ്രകാശം ഇതാ ഉദയം ചെയ്തിരിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനവിഭാഗം വലിയ പ്രകാശം കണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് ലേഖനം പറഞ്ഞു വയ്ക്കുന്നു, ഇതാ എല്ലാ ജനങ്ങൾക്കും വേണ്ടി, എല്ലാ വിജാതിയർക്കും വേണ്ടിയുള്ള രക്ഷകൻ പിറന്നിരിക്കുന്നു. സുവിശേഷത്തിൽ ഇതാ ഹെരോദസ് രാജാവിൻ്റെ കാലത്ത് ഇതാ പൗരസ് ദേശത്തു നിന്നും 3 ജ്ഞാനികൾ കർത്താവായ ഈശോയെ, ഉണ്ണീശോയെ കാണുവാൻ വേണ്ടി യൂദയായിലെ ബെത്ലഹേമിലേക്ക് വരുന്നു. അവർ വന്ന് പൊന്നും കുന്തിരിക്കവും മീറയും എല്ലാം കർത്താവിൻ്റെ കാൽപാദങ്ങൾ സമർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയെന്ന് പറയുക. പ്രിയമുള്ളവരെ, ജീവിതം പ്രകാശിക്കണം. അതെവിടെയാണെങ്കിലും നമ്മുടെ ജീവിതം പ്രകാശമായി മാറും. മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതാണ് ജീവിതം. അതുകൊണ്ട് ഈശോ പറയുന്നു, ഞാൻ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല. കർത്താവാകുന്ന വെളിച്ചം, കർത്താവാകുന്ന പ്രകാശം അത് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നമ്മളെപ്പോഴും എല്ലാവർക്കും വെളിച്ചമായി വ്യക്തമായ മനം. പ്രത്യേകിച്ച് സങ്കീർത്തനം 34:5 പറയുന്നത്, കർത്താവിനെ നോക്കി എല്ലാവരും പ്രകാശിതരായി മാറിയെന്ന് പറയുക. പ്രിയമുള്ളവരെ, ഓർക്ക് ഇന്ന് വിശുദ്ധമായ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഹെരോദസ് രാജാവ് ഇങ്ങനെ അങ്കലാപ്പപ്പെടുകയാണ്, അസ്വസ്ഥമാകപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്. കാരണം യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ പിറന്നിരിക്കുന്നു, യൂദയായിലെ രാജാവ് ജനിച്ചിരിക്കുന്നു. ഈ രാജാവ് സർവ്വലോകത്തിൻ്റെ രാജാവാണ്. ഈ രാജാവ് വന്നു കഴിഞ്ഞാൽ തൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരിക്കും. എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഉണ്ണീശോയാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നത്. ഈ ഉണ്ണീശോയെ കാണുവാൻ വേണ്ടിയാണ് ഇതാ പൗരസ് ദേശത്ത് നിന്ന് ഗാസ്പർ, അദ്ദേഹം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ മെൽക്കിദോർ, അദ്ദേഹം വന്നിരിക്കുന്നത് പേർഷ്യയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ബാൽത്തസാർ, അദ്ദേഹം അറേബ്യൻ രാജ്യങ്ങൾ. അപ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്നും ഈശോയെ കാണുവാൻ വേണ്ടി പൊന്നും കുന്തിരിക്കും മീറയുമായിട്ടാണ് രാജാക്കന്മാർ വന്നിരിക്കുന്നത്. അവർ വരുമ്പോൾ ഈ പൊന്നെന്ന് പറയുന്നത് രാജാക്കന്മാർക്ക് സമർപ്പിക്കാനുള്ളതാണ്. കുന്തിരിക്കമെന്ന് പറയുന്നത് പുരോഹിതന്മാരാണ് ദൈവത്തിൻ്റെ മേഖലയിലേക്ക് അവരുടെ എല്ലാ കാഴ്ചകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
അതുപോലെ തന്നെ കുന്തിരിക്കമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും സുഗന്ധപൂരിതമായി തീരണം. മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ സ്വർഗീയമായ സന്നിധിയിലേക്ക് നമ്മൾ മാലാഖമാരെ നയിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, വലിയ അർത്ഥം ഇതിനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്നും ഒരു വൈദികനായിട്ട്, സന്യാസിനിയായിട്ട്, മാതാപിതാക്കളായിട്ട്, മക്കളായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ രാജകീയമായി കാഴ്ച സമർപ്പിക്കുക. ദൈവസന്നിധി നമ്മെ തന്നെ ധൂപമായിട്ട് അർപ്പണം ചെയ്യുക. ദൈവസന്നിധി നമ്മെ തന്നെ സ്വർഗത്ത് എത്തിച്ചേരുവാനുള്ള കുന്തിരിക്കമായി നമ്മെ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദപൂർണ്ണമായി തീരും. ദൈവം നമ്മിൽ അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് നാം ദൈവത്തെ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ്. പൂജരാജാക്കന്മാർ പൗരദേശത്ത് നിന്ന് പലയിടങ്ങളിൽ വന്ന് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി സംതൃപ്തി അടയുന്നു. അതുപോലെ കുഞ്ഞുനാൾ തുടങ്ങി നമ്മൾ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്ന മക്കളായി മാറുക. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ കൈകളിലെല്ലാം, പ്രവൃത്തികളെല്ലാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും നമ്മെ മുഴുവനെ സമർപ്പിക്കുമ്പോഴും മറ്റുള്ളവർക്കും അതുപോലെ ദൈവത്തെ കൊടുക്കുന്ന മക്കളായി മാറുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെല്ലാം മക്കൾ കൊടുത്താലും മക്കളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തെ കൊടുത്തില്ല എങ്കിൽ ഒന്നും നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാം, മക്കൾക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യവും ചെയ്യാം. അവരെ നല്ല സ്വഭാവത്തിൽ ക്രിസ്തുവിന് പ്രിയപ്പെട്ട മകനായി, മകളായി, ദൈവത്തിന് പ്രിയപ്പെട്ട മകളായി അവരെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ പ്രകാശം കെട്ടുപോയി. അതുകൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്ന എല്ലാ മക്കളെയും പ്രകാശിപ്പിക്കുന്ന ക്രിസ്തുവായി, ക്രിസ്തുവിനെ വചനമായി, ക്രിസ്തുവിനെ സ്നേഹമായി നമ്മളെല്ലായിടത്തും മാറണം. നമ്മളെ തന്നെ ദൈവത്തെ സമർപ്പിക്കാം. നമ്മൾ പാവപ്പെട്ടവരിൽ ദൈവത്തെ കാണണം. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ രോഗികളുണ്ടെങ്കിൽ അവരെ സഹായിക്കണം. വീടില്ലാത്തവരെ നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് ഭവന സഹായം നൽകണം. പ്രത്യേകിച്ച് പഠിക്കുവാൻ വേണ്ടി ഉദ്യമിക്കുന്ന മക്കളെ ആത്മാർത്ഥമായി സഹായിക്കണം. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ പെൺകുട്ടികളും ഒത്തിരിയേറെ വ്യക്തികളൊക്കെ വിവാഹത്തിന് സാമ്പത്തികമായി വിഷമിക്കുന്നവർ, അവരെയൊക്കെ നമ്മൾ സഹായിക്കണം. അവരൊക്കെ ജീവിതത്തെ ഇങ്ങനെ പിടിച്ചുയർത്തുമ്പോൾ നമ്മുടെ ജീവിതവും പ്രകാശമായി മാറും. ഈ പരിശുദ്ധമായ തിരുനാൾ ദിവസത്തിൽ ഈശോ പൗരസ്ദേശത്ത് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നതിലെ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രകാശം വരുത്തുന്ന, വെളിച്ചം വരുത്തുന്ന മകനായി, മകളായി നമുക്ക് മാറാം. നമ്മുടെ ജീവിതയാത്രയിൽ ഈശോയെ കണ്ടെത്തുവാൻ വേണ്ടി ഈശോയെ അന്വേഷിച്ചിറങ്ങുമ്പോൾ പല തടസ്സങ്ങളും വരാം. പല തടസ്സങ്ങളും ഏറെ വൈകി, ചിലപ്പോൾ ഏറെ നേരത്തെ കർത്താവിനെ കണ്ടുമുട്ടുന്ന വ്യക്തികളായിത്തീരണം. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ എല്ലാം സമർപ്പിക്കണം, അവിടുത്തെ സായുജ്യമടയണം. അങ്ങനെ മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന, മറ്റുള്ളവരെ കർത്താവിനെ പ്രകാശിതമായി മാറ്റുന്ന മക്കളായി മാറുവാൻ ഈ പ്രത്യക്ഷീകരണ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ഒരുമിച്ച് ഭക്തിപൂർവ്വം വിശ്വാസ പ്രമാണം ഏറ്റുവെല്ലാം. കരങ്ങൾ കൂപ്പി എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുവെല്ലുക. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവത്തിനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൻ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴിയായി സർവ്വം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ച് വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മതത്തിനായുള്ള ഏകജനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെയും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.
ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ കർദിനാളന്മാർക്ക് വേണ്ടി, നമ്മുടെ അതിരൂപാധ്യക്ഷനായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാരും വൈദികരും സന്യാസിനികളും എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട തിരുസഭയെ സ്നേഹത്തിലും സന്തോഷത്തിലും കാത്തുപരിപാലിക്കണമേ എന്ന് നമുക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവൻ എല്ലാ ജനങ്ങളെയും എല്ലാ രാഷ്ട്രങ്ങളെയും സമർപ്പിക്കാം. അവർ നയിക്കുന്ന ഭരണകർത്താക്കൾ സത്യത്തിലും നീതിയിലും നന്മയിലും ജനങ്ങളെ നയിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശപ്പും രോഗവും ഏകാന്തമിലും ക്ലേശിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവിടുത്തെ പ്രകാശത്താൽ എല്ലാ ജനങ്ങളുടെയും വിശപ്പും രോഗവും ഏകാന്തവും മാറി സന്തോഷവും സൗഖ്യവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് കർത്താവെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ പരിശുദ്ധമായ ബലി പങ്കുചേർന്നിരിക്കുന്ന ഓരോ കുടുംബത്തിലെ മക്കളെയും മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും അവർ ജീവിതത്തിൻ്റെ സന്തോഷവും ഐശ്വര്യവും എപ്പോഴും നിലനിൽക്കണമേ എന്ന് നമുക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിദേശത്തും അന്യനാടുകളൊക്കെ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, വിവിധങ്ങളെ ആവശ്യങ്ങൾക്കായി പോയിരിക്കുന്ന എല്ലാവരെയും, ഈ പ്രദേശങ്ങളിൽ നാടുകളിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാവർക്കും ഐശ്വര്യവും വരപ്രസാദവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യവും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരങ്ങൾ കൂപ്പി ഭക്തിപരം നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളായി ഞങ്ങൾ അർപ്പിച്ച പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ വിശ്വാസം യാചിക്കുന്നത് അങ്ങ് കാരുണ്യവരം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും സമർപ്പിക്കുകയും ചെയ്യുന്നു. സർവസൃഷ്ടികൾ ദൈവമായി ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നന്മയുടെയും മടത്തിരുസഭയുടെ വേണ്ടി നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ കർത്താവേ, അങ്ങേ തിരുസഭയുടെ കാഴ്ചകൾ ദയാപൂർവം തൃക്കൺ പാർക്കണമേ. ഞങ്ങൾ ഇവയിലൂടെ അർപ്പിക്കുന്നത് പൊന്നും പൊന്തിരിക്കവും ഈറായുമല്ല, പ്രത്യുതാ കാഴ്ച വസ്തുക്കളായി പ്രഘോഷിക്കപ്പെട്ടവനും ബലിയർപ്പിക്കപ്പെട്ടവനും സ്വീകരിക്കപ്പെട്ടവനുമായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവശക്തനായ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, നിത്യനായ ദൈവമേ, എങ്ങും എന്നേരവും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാകുന്നുവല്ലോ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങൾ രക്ഷയുടെ രഹസ്യം ജനങ്ങൾക്ക് പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യമഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് എല്ലാ സ്വർഗീയ സൈന്യങ്ങളോടും ചേർന്ന് ഞങ്ങൾ എല്ലാവരും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോളേറ്റം ധന്യരുമാം. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കരങ്ങൾ കൂപ്പി മുട്ടുകൾ മടക്കി കർത്താവിൻ്റെ ക്രൂശിതത്തിലേക്ക് നോക്കാം. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ഈശോയെ കാണുവാൻ പൗരസ് ദേശത്തു നിന്നും 3 രാജാക്കന്മാർ വന്നു. അവർ സ്വർണവും കുന്തിരിക്കയും മീറായും കർത്താവിന് കാഴ്ചയായി സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ആദ്യ ഫലങ്ങളെല്ലാം കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കണം. നമ്മുടെ ജീവിതം നമ്മെ തന്നെ കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കാം. ദൈവം നമ്മെ പ്രകാശിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം മാറ്റും. മുഴുവനുമായി ദൈവത്തെ സമർപ്പിക്കാം. നമ്മുടെ വഴികളെ അവിടത്തേക്ക് വിട്ടുകൊടുക്കുക. അവിടെ നമ്മെ നയിക്കും. നമുക്ക് ഈശോയെ പരിശുദ്ധിയോടെ പൂജരാജാക്കന്മാർ ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവസരപ്പിതാവ് ചേർന്ന് ആരാധിക്കാം. സർവശക്തനായ കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമാം തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. യേശുവേ ആരാധന, ജീവനേ ആരാധന, സൗഖ്യമേ ആരാധന. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, സൗഖ്യമേ ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണങ്ങളെ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായ ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസികൾ, അൽമായിലും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ ഈ ലോകത്ത് മരണമടഞ്ഞ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ. ഈ എളിയവരായ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവും സർവ്വത്രിക സഭയുടെ മധ്യസ്ഥവും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥമായ ഔസേപിതാവോടും അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഭക്തിപൂർവ്വം ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധനായ ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതനായി നിർഭയം നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം ആലപിക്കാം. സുഖത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമായിടേണം.
ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരാൽ ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ എങ്ങനെയോ അങ്ങേ സഭയുടെ വിശ്വാസമാർക്ക് അങ്ങേ തിരുവള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചൊളിയാലും എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാവർക്കും പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യവിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവും സുഖം നേടുവാൻ. ക്രിസ്തുവിന്റെ തിരുസ്വരക്തങ്ങളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദീപ്തിയോടെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഞങ്ങൾക്ക് മുമ്പ് അങ്ങ് വരയണമേ. അങ്ങനെ അങ്ങ് ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ച രഹസ്യം വ്യക്തമായ ഉൾക്കാഴ്ചയോടുകൂടെ തിരിച്ചറിയുവാനും ഉചിതമായ താല്പര്യത്തോടെ
മനസ്സിലാക്കുവാനും ഞങ്ങളെയും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ചാശ്രവാദം സ്വീകരിക്കുവൻ. അന്ധകാരത്തിൽ നിന്നും തന്റെ വിസ്മരണീയമായ പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ച ദൈവം കാരുണ്യപൂർവ്വം തന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വർഷിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. ഇരുളിൽ പ്രകാശിപ്പിക്കുന്ന ജ്യോതിസായി എന്ന ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെ പ്രത്യാശയോടെ അനുഗമിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വെളിച്ചമായി തിരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നക്ഷത്രത്തെ പിന്തുടർന്ന ജ്ഞാനികൾ അന്ത്യസന്തോഷത്തോടെ കണ്ടെത്തിയ പ്രകാശത്താൽ പ്രകാശിതമായ കർത്താവായ ക്രിസ്തുനാഥന്റെ പക്കൽ തീർത്ഥാടനം അവസാനിക്കുമ്പോൾ നിങ്ങളും എത്തിച്ചേരുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മയെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.